അങ്ങനെ അനീഷ് എന്ന സത്യസന്ധനായ മത്സരാർത്ഥിയുടെ എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും പൊളിച്ചടുക്കിയിരിക്കുകയായിരുന്നു ലാലേട്ടൻ ഈ എപ്പിസോഡിൽ. ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, അനീഷ് 3 ദിവസത്തിനുള്ളിലാണോ നിങ്ങളെ വിളിച്ചിരുന്നത്, 12 ദിവസമായിരുന്നില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷിന് നല്ലതുപോലെ ഉത്തരം മുട്ടുന്നുണ്ട്. അനീഷ് വളരെ തപ്പി തടയോ, എനിക്ക് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പുള്ളി എന്തോത്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു നാടകീയത. സത്യസന്ധൻ 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 എന്നും പുറത്തെല്ലാവരെയും ഇത്രയും നാളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ കാണിക്കുന്നത് ഇതാണോ ഇയാളുടെ ക്യാരക്ടർ, ഇത് സത്യമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. പക്ഷേ ആവശ്യമില്ലാത്തൊരു കാര്യം, എനിക്ക് PR-നെ കുറിച്ച് അറിയില്ല, എന്നെ വിളിച്ചത് വെറും 3 ദിവസം കൊണ്ടാണ്, ഈ 3 ദിവസത്തിനുള്ളിലാണ് ഞാൻ സകല കാര്യങ്ങളും ചെയ്തെന്ന് ആവശ്യമില്ലാത്തൊരു നുണ എന്തിനാ ബിഗ് ബോസ് ഹൗസിലിരുന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലൂടെ അനീഷ് എന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എത്രമാത്രം സത്യസന്ധനായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി. പുള്ളിനെ ഒരു 12 ദിവസത്തിന് മുന്നേ വിളിച്ചതാണ് ബിഗ് ബോസ്. എന്നിട്ട് വെറും 3 ദിവസം എന്ന് പറഞ്ഞു PR-നെ കുറിച്ച് അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു. ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിക്കുമ്പം അത് പിന്നെ സമ്മതിക്കാതെ വേറെ വഴിയില്ല. ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും. അതിനുശേഷം അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടൈമിലാണെങ്കിലും അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നുണ പറഞ്ഞതായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നത് വളരെ വ്യക്തമായിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ടൈമിൽ പറയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കള്ളക്കഥയാണെന്ന് വളരെ കൃത്യമായിട്ട് അനീഷ് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനൊരു ഡ്രാമ അവിടെ ചെയ്തതെന്ന് അറിയില്ല. അതേപോലെ അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് അതറിയില്ല ഇതറിയില്ല. ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇപ്പം അനീഷിൻ്റെ പൊങ്ങി വരുന്നുണ്ട്. അത് ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്ന റീൽസ് വരെ. അപ്പം നമുക്ക് തന്നെ തോന്നിപ്പോവും ഈ കാണിക്കുന്ന അനീഷാണോ റിയൽ അനീഷ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള റീൽസ് വരുന്നുണ്ട്. അപ്പം അനീഷ് ഈ പറഞ്ഞ PR-ൻ്റെ കാര്യം പോലും കള്ളമാണെന്നും ഇതിവിടെ കാണിച്ചിട്ടുള്ള ക്യാരക്ടറും സത്യസന്ധതയും എല്ലാം കള്ളമാണെന്നുമാണ് ഇപ്പോൾ അവിടെ. അതും ഈ അവസാന നിമിഷം ഒരുമാതിരി കലമുടച്ച അവസ്ഥയിലായി. ശരിക്കും ഒരുപാട് വിശ്വസിച്ചിരുന്ന അനീഷിൻ്റെ ഗെയിം ഭയങ്കര പെർഫെക്റ്റാണ്, സൂപ്പറാണെന്ന് പറയുന്നില്ല. പക്ഷേ അനീഷ് ഒരു സാധാരണ ഒരു മനുഷ്യനാണെന്ന്, വളരെ സത്യങ്ങൾ മാത്രം പറയുന്ന, അല്ലെങ്കിൽ ചിട്ടയായ ശീലങ്ങളുള്ള, കള്ളങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ, എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അനീഷ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതങ്ങ് ഇല്ലാണ്ടാക്കി. ഇനി അനീഷ് എന്തെങ്കിലും പറഞ്ഞാലും അതൊരു കോമാളിത്തരമായിട്ടേ ആൾക്കാർക്ക് തോന്നത്തുള്ളൂ. പല റീൽസും കണ്ടപ്പോഴും നമ്മളതൊന്നും മനുഷ്യരല്ലേ, ചില റീൽസൊക്കെ അവർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ആ ഒരു സെൻസിലേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് എന്താ, പക്ഷെ ഇപ്പം മനസ്സിലാവുന്നു അനീഷ് ഡബിൾ സ്റ്റാൻഡാണ്, ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ്. ഈ ഒരു അനീഷ് അല്ല റിയൽ അനീഷ്, ഇത് വെറും ഫേക്കാണ്. ഫേക്കെന്ന് മാത്രമല്ല, അനീഷ് കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനീഷിൻ്റെ അവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് അനീഷായിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇത്രയും നാൾ ഈ 70ാമത്തെ അല്ലെങ്കിൽ എത്രാമത്തെ എപ്പിസോഡാണ്, ആ എപ്പിസോഡ് വരെയും 70ാമത്തെ എപ്പിസോഡ് വരെയും കാണിച്ചത് അത്രയും എല്ലാവരുടെയും മുൻപിൽ ആ മുഖംമൂടി ശരിക്കും അഴിഞ്ഞ് വീഴുക. അത് അനീഷായിട്ട് ചെയ്തതാണ്. അത് വേറൊരാൾക്കും അതിനകത്ത് യാതൊരു ഇതുമില്ല. ആരും അതിനകത്ത് ഒരു എഫോർട്ടും എടുത്തിട്ടില്ല. അനീഷായിട്ട് സ്വന്തമായിട്ട് ഇട്ട് കൊടുത്ത കാര്യമാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അനീഷിൻ്റെ ഗെയിമിനെ ഇത് ബാധിക്കുമോ, എങ്ങനെയാണ് അനീഷ് ഇതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത്, അനീഷിനെ കൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അനീഷ് എങ്ങാനും ഇനി വിന്നറായി കഴിഞ്ഞാൽ അത് എത്രമാത്രം ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം പലരും പറയുന്നുണ്ട് ജിൻഡോയുടെ ഒരു സെക്കൻഡ് വേർഷനാണ്. അനീഷിൻ്റെ കുറച്ച് കോപ്രായം കാണിക്കുന്ന റീൽസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ജിൻഡോയുടെ സെക്കൻഡ് വേർഷനാണ്, അല്ലെങ്കിൽ ജിൻഡോയുടെ ട്വിൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലേ.